പണ്ടുകാലത്ത് മഹാബലി രാജാവ് ഭരിച്ചിരുന്ന കാലം. കേരളത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവിടെ ദുഃഖമൊന്നും ഇല്ലായിരുന്നു. ദാനശീലനായ മഹാബലിയുടെ കീർത്തി വിശ്വമാകെ പടർന്നു. ഇത്രത്തോളം വളർന്ന മഹാബലിയെ ദേവന്മാർക്ക് ഭയമായി. മഹാവിഷ്ണു ബ്രാഹ്മണകുമാരനായ വാമനനായി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി 3 കാലടി മണ്ണ് ചോദിച്ചു. വിഷ്ണു അവതാരമാണ് വാമനനെന്ന് മനസ്സിലാക്കിയ മാവേലി കുമ്പിട്ട് തൻ്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തു. വാമനനാൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട മഹാബലി എന്ന ചക്രവർത്തി തൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ പാതാള ലോകത്ത് നിന്ന് കേരളത്തിലേക്ക് വരുന്ന ദിവസമാണ് തിരുവോണം. ഇന്നത്തെ കുട്ടികൾ എങ്ങനെ ഓണം വരവേൽക്കുന്നു നോക്കാം. മക്കളെ ഒന്നിങ്ങോട്ട് വന്നേ, നമുക്ക് പൂക്കളിടണ്ടേ? വായോ. എന്റെ അമ്മേ, ഞാൻ ഇവിടെ പബ്ജി കളിച്ചോണ്ടിരിക്കുക. ഇവിടെ മൊത്തം എനിമീസാ. ഞാൻ ഇപ്പൊ ചത്തുപോവും. അമ്മോ, അമ്മേനെ റീൽസ് എടുത്തോണ്ടിരിക്കുക. ഇതിപ്പോ തന്നെ എടുക്കുന്നത് പോസ്റ്റ് ചെയ്യാനുള്ളതാ. റീൽസ് ഇട്ടാ ഒരുപാട് ലൈക്ക് കിട്ടും. പക്ഷേ പൂക്കളിട്ടാലേ പായസം കിട്ടുള്ളൂട്ടാ കുട്ടിയെ. മാവേലിക്ക് പൂക്കളാ ഇഷ്ടം. റീൽസ് ഇട്ടാ മാവേലി നിന്നെ പെട്ടെന്ന് തന്നെ അൺഫോളോ ചെയ്യും. നോക്കിക്കോ. പണ്ടൊക്കെ ഞാൻ വരുമ്പോൾ കുട്ടികൾ പൂക്കളമിട്ടും ആടിയും പാടിയുമാണ് എന്നെ വരവേൽക്കാറ്. കുട്ടികളെ, ഇവിടെ പൂക്കളം ഇല്ലല്ലോ. ഓ മാവേലി, നിക്ക് ആദ്യം മാവേലിയുടെ കൂടെ സെൽഫി എടുക്കട്ടെ. ഇതിപ്പോ എന്നെ സ്റ്റോറി ഇടട്ടെ. #OnamVibes. അടിപൊളി. എൻ്റെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ യഥാർത്ഥ ആഘോഷം കുടുംബവും കൂട്ടുകാരും കൂടുമ്പോഴാണ്. കുട്ടികളെ, നിങ്ങളുടെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് വാ. ഈ ഓണം നമുക്കിന്നിവിടെ ഒരുമിച്ച് ആഘോഷിക്കാം. ഡിസൈൻ വരച്ച് ഇതിൽ പൂക്കളിടുന്നത്. Wow, this reel will go viral because മാവേലി തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. ഓണം നമ്മെ പഠിപ്പിക്കുന്നത് സന്തോഷം കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം പങ്കുവച്ചാൽ മാത്രമേ യഥാർത്ഥമായി തീരൂ. പഴയ കാലത്തിൻ്റെ സൗന്ദര്യവും പുതിയ കാലത്തിൻ്റെ രസവും ചേർന്ന് ആഘോഷിക്കാം.